നമസ്കാരം, റോറിച്ചിന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട അമേസ് CNG ആണ്. അപ്പം ഇതിലിപ്പം ഫിറ്റ് ചെയ്തിട്ടുള്ള ലൊവാട്ടോ എന്ന് പറഞ്ഞ കമ്പനിയുടെ കമ്പോണൻസ് ആണ്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് വരെ ഒരു ഒരു പെർഫോമൻസിന് കൂട്ടാൻ വേണ്ടിയിട്ട് ടൈമിംഗ് അഡ്വാൻസിന് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ CNG ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും ലൈക്ക് മൈലേജ് എന്തായാലും കൂടിയിട്ടുണ്ടാവും. പവർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് യൂസറോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ഇനി വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.2 ലിറ്റർ ഹോണ്ട അമേസ് ആണ്. ഇതിപ്പോൾ 2013 മോഡലാണ്. ഏകദേശം ഒരു 60,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ഒരു 61,000-62,000 കിലോമീറ്റർ ആയപ്പോഴാണ് ഇതിൽ CNG ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളോട് യൂസറോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതിന് മുന്നേ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇതിപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഒരു ഹൈവേയിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹൈവേയിൽ കാര്യമായിട്ടുള്ള പവർ ഡ്രോപ്പും കാര്യങ്ങളൊന്നും അറിയാനില്ല. പക്ഷേ ഞാനിപ്പം ഇടയ്ക്ക് ഒന്ന് ചെറിയ നമ്മളുടെ ഉള്ളിക്കൂടിയുള്ള വഴികളിലൂടെയൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പം ചെറിയ കയറ്റങ്ങളും കാര്യങ്ങളും ഉള്ളപ്പം അതായത് നമ്മൾ ക്ലച്ച് താങ്ങി പെട്രോളിൽ ക്ലച്ച് താങ്ങി എടുക്കുന്ന പോലെ ചില സ്ഥലത്തൊക്കെ ഒരു വണ്ടി നീങ്ങാത്ത, അതായത് കുറച്ച് അധികം എഫോർട്ട് എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്ന പോലെ എനിക്ക് തോന്നി. അല്ലാതെ അതൊഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം നോർമൽ ഇതിപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരു കട്ടയാണ് ഇതിലുള്ളത്. അതായത് നമ്മളുടെ CNG ലെവല് ഇപ്പം ഫസ്റ്റ് ലെവലിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 50 റേഞ്ചിലാണ്. അപ്പം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി പോകുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഓണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. അപ്പം ഇപ്പോൾ ഒരു കോഴിക്കോട് കണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് ഇപ്പം നമ്മളെ മീറ്റ് ചെയ്തു, നമ്മൾ വണ്ടി ഓടിച്ചു. ഓക്കെ, സാറ്റിസ്ഫൈഡ് ഓണറാണ്. അപ്പോൾ ഓണറോടും ചോദിക്കാം. ഇതാണിതാ ഫുൾ സ്ക്രീനിലിതാ നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ണടയൊക്കെ വെച്ചിട്ട് ഓണറെ നേരിട്ട് കണ്ട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ആർബി ഇതിൽ CNG ഫിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞല്ലേ? 1.5 മാസം കഴിഞ്ഞു. അപ്പം ഇതിൽ ഇത് 1.2 ലിറ്റർ പെട്രോൾ ആയിരുന്നു. അപ്പോൾ പെട്രോള് മാറ്റിയിട്ട് CNGയിലേക്ക് എത്താനുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു. കാരണം LPG അവൈലബിൾ ആണ്, CNG അവൈലബിൾ ആണ്. അതെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഒരിടത്ത് പോകാനായിട്ട് ആദ്യം ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആണ്. പോകാനുള്ള ഒരു കോസ്റ്റ് ആദ്യം ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. കാരണം എന്റെ പ്ലാൻഡ് അല്ല, പെട്ടെന്ന് എനിക്ക് പോകേണ്ട ഇതായിരിക്കും. പെട്ടെന്ന് ഞാൻ ടൈം ഫ്രീ ആകുമ്പോഴത്തേക്കും എനിക്ക് എവിടെയെങ്കിലും പോകാനാണ്. പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരേപോലെ കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പൊ 2 ഓപ്ഷനാണുള്ളത്. CNG ഉണ്ട്, EV ഉണ്ട്, LPG ഉണ്ട്. LPG ഞാൻ പിന്നെ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയാമായിരുന്നു. അപ്പം അത് എനിക്ക് അത്ര താല്പര്യമില്ല. അത് മാത്രമല്ല, നമുക്ക് ആ ഒരു കോസ്റ്റ് എഫക്റ്റീവ് മാത്രമല്ല, അതിന്റെ ആ ഒരു അവൈലബിലിറ്റി എല്ലാം എനിക്ക് അങ്ങനെ അത്രയും ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. CNG ആവുമ്പോഴത്തേക്കും അപ്പം ഞാൻ CNG പറ്റി അന്വേഷിച്ചു. അപ്പൊ CNG എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നല്ല അവൈലബിൾ ആയി തുടങ്ങിയ ഒരു ഫ്യൂവലാണ്. അത് മാത്രമല്ല, CNGന്റെ വണ്ടി കുറച്ചുകൂടെ നല്ല വണ്ടി പെർഫോമൻസ് ഇൻ ദ സെൻസ് എഞ്ചിനൊക്കെ നല്ല ഇപ്പം വേസ്റ്റേജ് ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഈ ബ്ലാക്ക് മറ്റേ നമ്മളെ വണ്ടിയിൽ കാർബൺ ഡെപ്പോസിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊരു കാരണമുണ്ട്. പിന്നെ ഞാൻ കണ്ടു, എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ വച്ചിട്ട് ഞാൻ ആ റിവ്യൂ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോ അതും കൂടെ അന്വേഷിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോഴത്തേക്കും എനിക്ക് വച്ച് നോക്കിയതിന് ശേഷം ഇപ്പൊ നല്ല വ്യത്യാസം എനിക്ക് ഉണ്ട്. കാരണം പെട്രോളിന് എത്ര മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്? പെട്രോളിൽ ഒരു സിറ്റി യൂസിൽ ഒരു 12 സിറ്റി യൂസിൽ എത്ര കിട്ടുന്നുണ്ട്? ഇപ്പൊ ഒരു 20 മുകളിൽ എന്തായാലും കിട്ടുന്നുണ്ട്. 20 അടുപ്പിച്ച് എന്തായാലും കിട്ടുന്നുണ്ട്. നമ്മളിപ്പം പൊതുവെ എല്ലാരും ഇപ്പൊ CNG പരസ്യം കൊടുക്കുന്നത് കാര്യമായിട്ടുള്ള പവർ ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെർഫോമൻസ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാ. അപ്പം ഇത്ര കാലം യൂസ് ചെയ്തല്ലോ, അപ്പൊ അതിൽ നിന്ന് എന്താ തോന്നുന്നത്? ഞാൻ ആദ്യം വച്ച സമയത്ത് വണ്ടി ഏതൊന്ന് ട്യൂൺ ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എവിടെന്നാന്ന് വെച്ച് ചെയ്ത് അവർ ട്യൂൺ ചെയ്ത് തരും. അപ്പൊ ട്യൂൺ ചെയ്തപ്പോ ആദ്യം എന്റെ വണ്ടിക്ക് കുറച്ചുകൂടെ പവർ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. അപ്പൊ പവർ വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അപ്പം ഒരു പവർ എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യൽ നമ്മളൊരു അതെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം അതെന്ന് പറയുമ്പോൾ നമ്മള് പഴയ ഒരു ഡീസൽ എഞ്ചിൻ ഇല്ലേ, ഒരു ഇനിഷ്യൽ പുള്ളിങ് ഇല്ലാതെ അപ്പൊ ആ ഇനിഷ്യൽ പുള്ളിങ് ഇല്ലാത്തൊരവസ്ഥ, ആ ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഒരുവിധം മൈലേജ് കൂടെ നോക്കാൻ വേണ്ടിട്ട് കൂട്ടാൻ വേണ്ടിട്ട് ആ ഒരു പവർ ഇച്ചിരി ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ വച്ചിട്ടുള്ളത്. നമ്മളുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് അല്ല. അപ്പൊ കാരണം നമുക്ക് പെർഫോമൻസിന് വേണ്ടി പെട്രോൾ ജസ്റ്റ് ഒന്ന് ഒരു ക്ലിക്കിൽ നമുക്ക് പെട്രോൾ കിട്ടും. ആവശ്യത്തിനുള്ള അപ്പൊ തന്നെ നമുക്ക് എടുക്കാനുണ്ട്. ഇതിലിപ്പോ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ലൊവാട്ടോ ഉണ്ട്. അതിപ്പം എത്രയായി കോസ്റ്റ്?
കോസ്റ്റ് എനിക്ക് ഒരു 62,000 ആയി. എന്തൊക്കെ കമ്പോണൻസ് ആയാലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ടാങ്ക്, പിന്നെ അതിന്റെ ടാങ്കിനായിരുന്നു മെയിൻ കോസ്റ്റ്. പിന്നെ അഡ്വാൻസർ ഉണ്ട്. അഡ്വാൻസർ അതിന്റെ കൂടെ തന്നെ അവർ ഞാൻ ചെയ്തെടുത്തുന്ന അവർ അങ്ങനെ വെക്കാറുള്ളൂ. ഓക്കെ, അഡ്വാൻസറിന്റെ യൂസേജ് എന്താണ്? അഡ്വാൻസിന്റെ യൂസ് എന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിംഗ് കൺട്രോൾ ആണ് ആക്ച്വലി. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ആ ഒരു പവർ ഡ്രോപ്പിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇതാണ്. അപ്പം ഈ അഡ്വാൻസർ എന്ന് പറഞ്ഞ യൂണിറ്റ് വെച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ. ആക്ച്വലി ഈ അഡ്വാൻസർ ഒരു പ്രത്യേക ടൈപ്പ് ഡിവൈസ് എന്തെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ? അതെ, അതൊരു എക്സ്ട്രാ ഒരു ഡിവൈസ് ആണ്. അത് എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും വയ്ക്കാറില്ല, അവർ എക്സ്ട്രാ ഇതായിട്ടാണ് പറയാറ്. പക്ഷെ ഞാൻ ചെയ്തെടുത്തു ട്രിവാൻഡ്രത്ത് 4-ാം തീയതിയുള്ള ഏഷ്യൻ ഓട്ടോമൊബൈൽസ് അവിടെ നിന്നാണ് ചെയ്തത്. ഏഷ്യൻ ഓട്ടോ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ചെയ്തത്. അപ്പോൾ അവര് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് ഫുൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ലോയറ്റേന്റെ കിറ്റ് മാത്രമേ വെക്കാറുള്ളൂ. എല്ലാരും ഈ കാര്യങ്ങളിൽ പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രാൻഡഡ് അല്ലെങ്കിൽ കമ്പനി സാധനങ്ങൾ എടുക്കാണ്ട് പല അസംബിൾ ചെയ്ത പോലെ പല സാധനങ്ങൾ എടുത്ത് വെക്കുക. അപ്പൊ കോസ്റ്റ് കുറഞ്ഞു വരും. ഇപ്പൊ എനിക്ക് ഈ 62 പറഞ്ഞത് ഇത് 40ക്കും ഇപ്പൊ നമ്മൾ ഡൽഹിയിലോ അവിടെയൊക്കെ പോവാണെങ്കിൽ 25 ഇതിനും അവൈലബിൾ ആണ് ഈ സാധനങ്ങൾ. അപ്പൊ അത് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഇതൊരു സാധനം വണ്ടിയിൽ എന്തായാലും ഒരു എക്സ്ട്രാ വെക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഒരു സേഫ്റ്റി എന്തായാലും നോക്കുന്നത്. അപ്പം ഒരു കമ്പനീന്റെ ഫുൾ കിറ്റ് ആകുമ്പോഴത്തേക്കും അത് അവർ അതിനു വേണ്ടി ഡിസൈൻ ചെയ്തതായിരിക്കും. ഇപ്പൊ നമ്മൾ ചെറിയൊരു കാര്യം ട്യൂബ്, ഈവൻ ചെറിയൊരു ട്യൂബ് തന്നെ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത സാധനമാണ്. അപ്പൊ ആ ഒരു ഫിറ്റിങ്ങും അതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ഇതിലിപ്പം വണ്ടി കൺവേർട്ട് ചെയ്യണല്ലോ, ആർടിഒയില് നമ്മൾ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്യണല്ലോ. അപ്പൊ പേപ്പേഴ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്? പേപ്പേഴ്സ് ഒക്കെ അവർ ചെയ്തു തരും. എനിക്ക് അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. നല്ല രീതിയിൽ അവരുടെ സൈഡിൽ നിന്ന് ഹെൽപ്പ് ഉണ്ടാകും. കാരണം പേപ്പറും എല്ലാം അവർ ഇതിന് ചെയ്തു തന്നു. അത് നമുക്ക് അവിടെ അവർ കൊടുക്കുകയും ചെയ്തു. RC കൺവേർട്ട് ചെയ്യാൻ കൊടുക്കും. കിട്ടിയിട്ടില്ല, RC കൺവേർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇവിടെ ഇതിപ്പോ നമ്മളിപ്പോ ഉള്ള കോഴിക്കോട് CNG 75 ഫോർ ഇൻഫർമേഷൻ RBI തിരുവനന്തപുരംകാരനാണ്. അപ്പൊ അവിടെ എത്രയാണ് CNG റേറ്റും കാര്യങ്ങളൊക്കെ? അവിടെ Cng.ASO ആണ് അവിടെ 2-3 പമ്പിലുള്ളത്. അപ്പൊ അവിടെ 69.5 69 രൂപ 50 പൈസയാണ് അവിടുത്തെ റേറ്റ്. ആക്ച്വലി എന്താ വെച്ചാൽ ഞങ്ങൾ ഫിറ്റ് ചെയ്തപ്പം 62 സംതിങ് ആയിരുന്നു. റേറ്റ് കൂട്ടി അവർ 75 വരെ എത്തിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇനി ഒരു വർഷത്തേക്ക് ഏകദേശം ഈ റേറ്റ് തന്നെയായിരിക്കും. പിന്നെ എല്ലാം ഈ പെട്രോളിന്റെ റേറ്റും കൂടെ ഒരു ഫാക്ടറാണ്. എല്ലാ ഫ്യൂവലിനും ഒരു പെട്രോളിന്റെ ആ ഒരു റേറ്റും കൂടെ. പവർ ഡ്രോപ്പ് ഇതിൽ ഉണ്ട് എന്നാണോ എന്താ തോന്നിയിട്ടുള്ളത്? അല്ല, പവർ ഡ്രോപ്പ് ഉണ്ട്. പവർ ഡ്രോപ്പ് ഇല്ല എന്നല്ല. അത് പക്ഷെ നമ്മള് പുതിയതായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ് ആ ഒരു ശരിക്കും ഒരു ഫീൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്ലച്ചിന്റെ ഒരു ആക്സിലേറ്ററിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് നമുക്കൊരു മനസ്സിലാവും. നമ്മള് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ പെട്രോളിനെ പോലെ ബിഹേവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ചേഞ്ച് വരുമ്പോഴാണ് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഹൈവേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈവേയിലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടേ. ടോപ്പ് എത്ര കയറിയിട്ടുണ്ട് ഹൈവേയിൽ? ഞാൻ 100-120 ഒക്കെ സുഖമായിട്ട് കയറിയിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ഒരുപാട് സ്പീഡിൽ പോകുന്ന ആളല്ല. വിത്ത് ലഗേജ് വിത്ത് ഫുൾ പീപ്പിൾ ഫുൾ അതന്നെ ഫുൾ ആൾക്കാരുമായിട്ട് ഞാൻ 100-120 കയറിയിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നമ്മളിപ്പം സസ്പെൻഷൻ കുറച്ച് ബാക്കിൽ ഗ്യാസ് വരുന്നതിനെ കൊണ്ട് ഒന്ന് താവുമല്ലോ. അപ്പം സസ്പെൻഷൻ എങ്കിലും ഇടിയോ അങ്ങനത്തെ കാര്യം. ഞാൻ അത് ആദ്യം എനിക്കൊരു കൺസേൺ ആയിരുന്നു. കാരണം എന്റെ വീട്ടിലോട്ട് കയറുന്ന വഴിയും ആ വഴിയിലും കുറെ ഇച്ചിരി അപ്പ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ ഉണ്ട്. അപ്പം വണ്ടി ആളിരുന്ന് പോകുമ്പോ താഴെ തട്ടുമോ എന്നുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ അവരുടെ വേറൊരു ഇതുണ്ട്. ഈ നമ്മളെ സസ്പെൻഷനിൽ ഇടുന്ന ഒരു റബ്ബർ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് റൈസർ. അപ്പൊ അത് സസ്പെൻഷനൊക്കെ റെഡ്യൂസ് ചെയ്യും. അപ്പം അത് വേണമെന്ന് ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ എനിക്കിപ്പം ഇതിൽ അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇതിലിപ്പോ ഗ്യാസ് പർട്ടിക്കുലർ സിലിണ്ടർ എത്ര കിലോ ആണ്? ഇത് 10 kg അതായത് 65 ലിറ്ററിന്റെ ടാങ്കാണ് ഇരിക്കുന്നത്. മാക്സിമം 10 kg വരെ കൊള്ളും. ഞാനിപ്പോ നോക്കിയപ്പോ 9.3 അടുപ്പിച്ച് കയറുന്നുണ്ട്. പ്രഷർ അനുസരിച്ച് 200 ATM ആണെങ്കിൽ ഏകദേശം 9.3 അടുപ്പിച്ച് കയറുന്നുണ്ട്. എത്ര പ്രഷർ? 200. എത്ര ഫുൾ ടാങ്കിൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ആദ്യം വെച്ച് ഞാൻ എടുത്തപ്പോഴത്തേക്ക് എനിക്കൊരു 170 ഒക്കെയാണ് ആദ്യം കിട്ടിയത്. അതെ, അത് ആ പെട്രോളിൽ നിന്ന് ഒരു ട്യൂൺ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം അല്ല, അതല്ല മൈലേജ് ആയിരുന്നു. അത് ഫസ്റ്റ് ടൈം ആദ്യം എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഹൈവേ ഇവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് അറൌണ്ട് ഒരു 260 ഒക്കെ ആയപ്പോ ഞാൻ അടിച്ചു. പിന്നീട് 9 എത്രയാ എന്താ കറക്റ്റ് 9.27 ആണ് എനിക്ക് കയറിയത്. അതായത് 260/9.2. അതെ. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 26-27 ആ റേഞ്ച് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഡബിൾ. അതെ, ഡബിൾ തന്നെയാണ്. അപ്പം
CNG വെക്കാൻ, അതായത് CNG വെക്കുന്നതിന് മുൻപ് RB ഇപ്പം എന്തൊക്കെ അന്വേഷിച്ചു, എന്തൊക്കെ ചെയ്തു? അതായത് ഇപ്പൊ ഒരാൾക്ക് CNG വെക്കണം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വണ്ടിക്ക്? ഞാൻ ആദ്യം എനിക്കൊരു കൺസേൺ ആയിരുന്നത് ഈ ഗ്യാസ് ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, വണ്ടിക്ക് ഉള്ള ഇഷ്യൂസ് ഉണ്ടോ, അത് ഞാൻ കുറച്ച് അന്വേഷിച്ചു. അപ്പം സ്ഥിരമായി ഞാൻ പോകുന്ന മെക്കാനിക്കൽ ആണ്, അപ്പം മുപ്പെടുത്ത് ഞാൻ അന്വേഷിച്ചു. അപ്പം പറഞ്ഞ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, CNGക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെയ്യുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ പ്രശ്നം. ചെയ്യുന്ന സ്ഥലം അറിയുന്ന ആൾക്കാർ ചെയ്തില്ല, നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ അത് അവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മുമ്പ് പരിചയമുള്ളൊരു കടയുണ്ട്. ഞാൻ മുമ്പ് എൻ്റെ അച്ഛൻ പണ്ട് ഈ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു, LPG വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അത് ചെയ്ത ഒരു ഷോപ്പ് തന്നെയാണ്, അവരിത് ചെയ്യുന്നുണ്ടായിരുന്നു. ഏഷ്യൻ ഓട്ടോ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടാണ്, ട്രിവാൻഡ്രത്ത് നാലാഞ്ചിറയുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു അങ്കിൾ, പരിചയമുള്ള അങ്കിളാണ്, ഷൈജു എന്ന് പറഞ്ഞിട്ടൊരു അങ്കിളാണ്. അപ്പോൾ അങ്കിളിന്റെ അവിടെ ഞാൻ പോയി അന്വേഷിച്ചപ്പോഴേ ആദ്യം തന്നെ പുള്ളി വന്നപ്പോൾ തന്നെ എനിക്ക് ഫുൾ അവിടെ ചെയ്യുമായിരുന്നു ഒരു വണ്ടി. അപ്പം അതിന്റെ ഫുൾ കാണിച്ചു തന്നു. ലൊവാറ്റയുടെ എല്ലാ ലൊവാറ്റിന്റെ ഒരു കിറ്റായിട്ടാണ് വരുന്നത്. ടാങ്ക് മാത്രം സെപ്പറേറ്റ്, ബാക്കി എല്ലാ ഐറ്റംസ് എല്ലാം ഒരു കൊല്ലമാണ്. അപ്പോൾ അവിടെ നിന്ന് ആ കിറ്റ്, മൊത്തത്തിൽ ആ കിറ്റ് അത് തന്നെയാണ് അവർ വയ്ക്കുന്നത്. വേറെ എക്സ്ട്രാ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. കിറ്റ് ഫുൾ നമുക്ക് സെറ്റപ്പ് കിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി സർവീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓയിൽ ചേഞ്ച് അങ്ങനത്തെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ല, ചെയ്യുന്നതിന് മുമ്പ് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞായിരുന്നു ഒരു നമുക്കിപ്പോ എയർ ഫിൽട്ടർ അവര് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിൽട്ടർ നോക്കിയിട്ട് എയർ ഫിൽട്ടർ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ ഒരു 160 170 റേഞ്ച് കിട്ടിയെന്ന് ആദ്യത്തേതില്. അപ്പൊ അത് കഴിഞ്ഞ് അവര് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, നോക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കിയിട്ട് അവർ പറഞ്ഞു എയർ ഫിൽട്ടർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പാർക്ക് പ്ലഗ് മാറ്റാൻ പറയും അവര്. സ്പാർക്ക് പ്ലഗും എയർ ഫിൽട്ടറും ഒരു 10,000 കിലോമീറ്റർ കഴിയുമ്പോൾ മാറ്റുന്നതാണ് നല്ലത്. ഇപ്പൊ ഞാൻ മാറ്റി, സ്പാർക്ക് പ്ലഗ് മാറ്റി. എയർ ഫിൽട്ടർ 400 രൂപയ്ക്കകത്തേ വരുള്ളൂ, ചെറിയ എമൗണ്ടേ വരുള്ളൂ. എയർ ഫിൽട്ടർ ആയിരുന്നാൽ പോലും 300-400 ആ ഒരു റേഞ്ച് വരുന്നുള്ളൂ. അപ്പൊ ഒരു സാറ്റിസ്ഫൈഡ് ഓണറാണ്. അതെ, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇനിയും വരും. ഇപ്പൊ ഏകദേശം 4,000 കിലോമീറ്റർ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു കൊല്ലം കഴിഞ്ഞ് എന്തായാലും നമ്മൾ 10,000-12,000 കിലോമീറ്റർ ഒക്കെ വിടുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇത് യൂസ് ചെയ്യുമ്പോഴാണല്ലോ എല്ലാത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാവുന്നത്. അപ്പം നമുക്ക് ഇനിയും കാണാം. അപ്പോൾ നന്ദി, ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരോട് ഷെയർ ചെയ്തതിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.